നമസ്കാരം. ട്രംപിന്റെ ഭീഷണിയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് മോദിജിയുടെ നടപടികളൊക്കെയും. റഷ്യയെ തഴയാൻ അമേരിക്ക പഴക്കിയ അടവുകളൊക്കെ അവസാന ആണിയും അടച്ചുകൊണ്ടാണ് അടിച്ചു തെറിപ്പിച്ചത്. അതായത് ഈ വർഷം ആദ്യം നടക്കാനിരിക്കുന്ന റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുതിന്റെ ഇന്ത്യ സന്ദർശനം കഴിഞ്ഞ ദശകത്തിൽ നിന്നുമുള്ള ഇന്ത്യ റഷ്യ ബന്ധത്തിന്റെ പുനഃക്രമീകരണത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഉക്രൈൻ അധിനിവേശത്തിന് ശേഷം റഷ്യയുമായുള്ള ഇന്ത്യയുടെ ബന്ധം പാശ്ചാത്യ രാജ്യങ്ങളുടെ നിരീക്ഷണത്തിലാണ്. റഷ്യയുടെ നടപടികളെ അപലപിക്കേണ്ടതില്ലെന്ന് തീരുമാനിക്കുകയും അന്താരാഷ്ട്ര ഉപരോധങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തുകൊണ്ട് ദീർഘകാല നിഷ്പക്ഷ നിലപാടാണ് ഇന്ത്യ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റഷ്യയുമായുള്ള ഇന്ത്യയുടെ ബന്ധം പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് വലിയ തോതിൽ വിമർശനത്തിന് വിധേയമായിട്ടുണ്ട്. റഷ്യയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് പാശ്ചാത്യ വിപണികളിലേക്കുള്ള രാജ്യത്തിന്റെ പ്രവേശനം വെട്ടിക്കുറച്ചതോടെ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം കൂടുതൽ ശക്തമായി. തൽഫലമായി ഉഭയകക്ഷി വ്യാപാരം യുദ്ധത്തിന് മുമ്പ് വെറും $12 ബില്യൺ ആയിരുന്നതിൽ നിന്ന് 2023 വർഷത്തിൽ $65 ബില്യൺ ഉയർന്നു. 2030 ഉഭയകക്ഷി വ്യാപാരം $100 ബില്യൺ ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും സഹകരിച്ചു വരികയാണ്. ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുമ്പോൾ തന്നെ റഷ്യയിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതിയും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്, പ്രത്യേകിച്ചും ഉപഭോക്തൃ ഇലക്ട്രോണിക്സ്, മെഷീനറി, മെക്കാനിക്കൽ ഉപകരണങ്ങളിൽ. നിലവിൽ ഇന്ത്യ റഷ്യയുടെ രണ്ടാമത്തെ വലിയ വ്യാപാര പങ്കാളിയാക്കി. വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യൻ സെൻട്രൽ ബാങ്ക് റഷ്യൻ സ്ഥാപനങ്ങൾക്ക് പ്രത്യേക വോസ്ട്രോ അക്കൗണ്ടുകൾ തുറക്കാൻ അനുവാദം നൽകിയിരുന്നു. ഇന്ത്യൻ ബാങ്കുകളിൽ പണം സൂക്ഷിക്കാനും പേയ്മെന്റ് പ്രശ്നങ്ങളിൽ സഹായിക്കുകയും ചെയ്തുകൊണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പണമിടപാടുകളിലെ പ്രതിസന്ധി ഈ നീക്കത്തിലൂടെ പരിഹരിക്കപ്പെട്ടു. അതേസമയം വർഷങ്ങളായുള്ള സാമ്പത്തിക പങ്കാളിത്തം മെച്ചപ്പെടുമ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സാങ്കേതിക പങ്കാളിത്തത്തിൽ കുറവ് വന്നതായി കാണാനുമാകും. റഷ്യയിൽ നിന്നുള്ള പ്രതിരോധ ഇറക്കുമതിയുടെ പങ്ക് 2009 76% 2023 അത് 36% കുറഞ്ഞിരിക്കുന്നത്. ഫ്രാൻസ്, അമേരിക്ക തുടങ്ങിയ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് ആയുധങ്ങൾ ഇറക്കുമതി ചെയ്ത് റഷ്യയ്ക്കപ്പുറം ഒരു പ്രതിരോധ സംഭരണം വൈവിധ്യവൽക്കരിക്കാനുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ തീരുമാനമാണ് ഈ ഇടിവിന് പിന്നിലെ പ്രധാനപ്പെട്ട കാരണം. ഉദാഹരണത്തിന് 2018 22 ഇടയിൽ ഇന്ത്യയുടെ ആയുധ ഇറക്കുമതിയുടെ 29% ഫ്രാൻസിന്റേതാണ്. ഇത് ഇന്ത്യയുടെ രണ്ടാമത്തെ വലിയ ആയുധ വിതരണക്കാരായി അവരെ മാറ്റി. ഇന്ത്യയുടെ പ്രതിരോധ സംഭരണ തന്ത്രത്തിലെ ഈ മാറ്റം അതിന്റെ സായുധ സേന നവീകരിക്കേണ്ടതിന്റെ ആവശ്യകത, പ്രാദേശിക സുരക്ഷാ ഭീഷണികളെ നേരിടുക, പ്രതിരോധ ഉൽപാദനത്തിൽ സ്വാശ്രയത്വം പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ നിരവധി ഘടകങ്ങൾ നയിക്കപ്പെടുന്നവയാണ്. ഇന്ത്യയുടെ പ്രാദേശിക സുരക്ഷാ ആശങ്കകൾ, പ്രത്യേകിച്ചും ഹിമാലയത്തിലെയും ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും ചൈനയുടെ ഭീഷണി ഇന്ത്യയുടെ പ്രതിരോധ നയത്തിൽ തന്ത്രപരമായ മാറ്റത്തിന് കാരണമായിട്ടുണ്ട്. നൂതന സൈനിക ശേഷികൾ ഏറ്റെടുക്കുന്നതിലും അതിന്റെ പ്രതികരണ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ആഭ്യന്തര ഉൽപാദന ശേഷി വികസിപ്പിക്കുന്നതിലാണ് രാജ്യം ഇപ്പോൾ കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. റഷ്യൻ മിലിറ്ററി ശേഷിയിലുള്ള ഇന്ത്യയുടെ ആശ്രയത്തെ ഉക്രൈൻ സംഘർഷം കാര്യമായി തന്നെ ബാധിച്ചിട്ടുമുണ്ട് എന്ന് പറയാമല്ലോ. റഷ്യയുടെ സൈനിക വ്യാവസായിക സമുച്ചയം സ്വന്തം ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകുന്നതിനാൽ തന്നെ ശേഷിക്കുന്ന S-400 മിസൈൽ പ്രതിരോധ സംവിധാന സ്ക്വാഡ്രണുകളുടെ ഡെലിവറിയിലും ഇന്ത്യയുടെ ആയുധപ്പുരയിൽ നിലവിലുള്ള റഷ്യൻ ആയുധ സംവിധാനങ്ങൾക്കുള്ള സ്പെയറുകളുടെ വിതരണത്തിലും കാലതാമസം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ വെല്ലുവിളികൾക്കിടയിലും പ്രതിരോധ സുരക്ഷാ സഹകരണ മേഖലകളിൽ ഉൾപ്പെടെ തങ്ങളുടെ തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധത ഇന്ത്യയും റഷ്യയും വീണ്ടും ഉറപ്പിച്ചു എന്നത് ശ്രദ്ധേയമാണ്. പാശ്ചാത്യ ഉപരോധങ്ങളുടെ പിടിയിൽ അമർന്ന് 2022 ഇന്ത്യയുടെ ടെക് ഭീമനായ ഇൻഫോസിസിന് റഷ്യൻ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കേണ്ടി വന്നിരുന്നു. ടാറ്റ ഗ്രൂപ്പും L&Tയും പോലുള്ള പ്രമുഖ കമ്പനികൾക്കും അവരുടെ ജോലി പരിമിതപ്പെടുത്തേണ്ടി വന്നു. 2024 ഉപരോധങ്ങളുടെ ശക്തി വർദ്ധിപ്പിച്ചതോടെ ആർട്ടിക് LNG 2 പോലെയുള്ള അനുമതിയുള്ള പദ്ധതികളിൽ നിന്ന് LNG വാങ്ങില്ലെന്ന് ഇന്ത്യ തീരുമാനിച്ചു. കൂടാതെ ബൈഡൻ ഭരണത്തിന്റെ അവസാന നാളുകളിൽ അമേരിക്ക അനുവദിച്ച ഗാസ്പ്രോനെഫ്റ്റും അതുപോലെ തന്നെ സർഗുട്ട് നെഫ്റ്റ ഗാസും ഒക്കെ ബാരലിന് $60 വില പരിധിയിൽ കൂടുതൽ റഷ്യൻ എണ്ണ കയറ്റുമതി ചെയ്യുന്ന 183 കപ്പലുകളും റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയിൽ സ്വാധീനം ചെലുത്തുകയുണ്ടായിട്ടുണ്ട്. റഷ്യ ചൈന ബന്ധം മെച്ചപ്പെടുന്നതിൽ ഇന്ത്യക്ക് ആശങ്കയുണ്ട്. 2020കളിൽ ചൈന റഷ്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായി മാറുകയും നാവിക അഭ്യാസങ്ങൾ, സംയുക്ത അഭ്യാസങ്ങൾ എന്നിവയുടെ രൂപത്തിൽ സൈനിക സഹകരണം വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ റഷ്യയിൽ നിന്ന് S-400 മിസൈൽ സംവിധാനങ്ങളും Su-35 യുദ്ധവിമാനങ്ങളും ചൈന വാങ്ങിയിരുന്നു. ഈ വികസനം റഷ്യയുമായുള്ള ബന്ധത്തെ ബാധിക്കില്ലെന്ന് ഇന്ത്യക്ക് ഉറപ്പുണ്ടെങ്കിലും റഷ്യ ചൈന ബന്ധം ഇന്ത്യ റഷ്യ പ്രതിരോധ ബന്ധത്തിന് കാരണമാകുമെന്ന ആശങ്ക ഇന്ത്യൻ നയരൂപകർത്താക്കൾ ഉന്നയിക്കുന്നുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇന്ത്യയുടെ സായുധ സേന ഇപ്പോഴും റഷ്യൻ സൈനിക പ്ലാറ്റ്ഫോമുകളെ ആശ്രയിക്കുന്നത് തുടരുന്നുമുണ്ട്.
ഇതിൽ T-72, T-19 ടാങ്കുകൾ, Su-30 Mk1, അതുപോലെ MiG-29, MiG-29K എന്നീ യുദ്ധവിമാനങ്ങൾ, Ka-31 ഹെലികോപ്റ്ററുകൾ, അഡ്മിറൽ ഗോഷ്കോ വിമാനവാഹിനി കപ്പൽ, അകുല കിലോ ക്ലാസ് അന്തർവാഹിനികളും ഉൾപ്പെടുന്നു. ഇന്ത്യൻ സായുധ സേന INSAS റൈഫിളിന് പകരം റഷ്യൻ AK-203 ഉപയോഗിച്ചു തുടങ്ങിയ റിപ്പോർട്ട് ചെയ്യുന്നു. സൈനിക സ്വദേശീവൽക്കരണത്തിനുള്ള ഇന്ത്യയുടെ ശ്രമത്തെയും റഷ്യ തുടർച്ചയായി പിന്തുണച്ചിരുന്നു. അടുത്തിടെ 6000 കിലോമീറ്റർ പരിധിയുള്ള റഷ്യയുടെ മുൻകൂർ മുന്നറിയിപ്പ് റഡാർ സംവിധാനമായ വൊറേഷ്നിഷ് $4 ബില്യൺ വാങ്ങാൻ ഇന്ത്യ താല്പര്യം പ്രകടിപ്പിക്കുകയുണ്ടായി. പ്രതിരോധ മേഖല കൂടുതൽ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് വൊറേനിഷ് റഡാറുകൾ വാങ്ങാനുള്ള സുപ്രധാന കരാറിൽ ഇന്ത്യ ഒപ്പുവെക്കാൻ തയ്യാറെടുക്കുന്നത്. അപ്പോൾ പുതിയൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.